ഒരു കൈ എവിടെയാണ്? പറച്ചോലേ നിങ്ങള് കാത്തോളി. ഞാൻ ആദ്യമായിട്ടാണ് പാരാഗ്ലൈഡിങ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് പറന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഏട്ടനും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് പാരാഗ്ലൈഡിങ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കൊറേ മലയും കുന്നും കാപ്പിത്തോട്ടം ഓറഞ്ചും. ഇവിടെ ഓറഞ്ചും കാപ്പിത്തോട്ടമൊന്നും ഉണ്ടാവില്ല, കൂടുതലും ഗ്രേപ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈൻ ഷോപ്സും കൂടുതലാണ്. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ചാൻസേ ഇല്ല. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ലാൻഡ്സ്കേപ്പ്, ഗ്രീനറി, പിന്നെ താഴെ ലേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല തണുത്ത കാറ്റും. ജോർജിയയിലെ ഗുദാവരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോയത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്ന സമ്മർ സീസണാണ് ഞങ്ങൾ പോയ ടൈം എന്നാണ് പറഞ്ഞത്. വിൻ്ററിൽ ഈ മൗണ്ടൻസ് ഫുൾ സ്നോ ആയിരിക്കും, ഗ്രീനറി ഒന്നും കാണാൻ പറ്റില്ല. സോ ഫുൾ സ്നോ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഏട്ടനും കയറി, ഏട്ടൻ നല്ല ഹാപ്പിയായി. ഫസ്റ്റ് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇന്ന് പാരാഗ്ലൈഡിന് പോകണോ വേണ്ടേന്ന് പറഞ്ഞിട്ട്. ശരി, കുറച്ച് നേരം അവിടെ നിന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് നോക്കി എല്ലാവരും എങ്ങനെയാണ് ചെയ്യണതെന്ന്. അത് ടൈമുണ്ട്, 1 hour ടൈമുണ്ട്, ഹാഫ് ആൻ അവർ ടൈമുണ്ട്. അപ്പം ഞങ്ങൾ ഹാഫ് ആൻ അവറേ എടുത്തുള്ളൂ. കാരണം എൻ്റെ മോൾക്കപ്പോൾ 9 months ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പോവാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി, പിന്നെയാണ് ഏട്ടൻ വന്നത്. അപ്പോൾ അവർ വിൻഡിൻ്റെ സ്ട്രെങ്ത്തും ക്ലൗഡിൻ്റെ കവറേജൊക്കെ നോക്കിയിട്ടാണ് ഈ പാരാഗ്ലൈഡിങ് ചെയ്യണത്. പിന്നെ ഈ ഇൻസ്ട്രക്ടർക്ക് തന്നെ ഒരു 19 years എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം നല്ല സേഫ് ലാൻഡിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവരുടെ കൂടെ ഓടൊന്നും വേണ്ട. ടേക്ക് ഓഫ് സമയത്ത് അവർ നമ്മളോട് ആ സീറ്റിലിരിക്കാൻ പറയും. പിന്നെ ബാക്കി 2 പേരും കൂടി അത് ഓടി, അങ്ങനെയാണ് അത് ടേക്ക് ഓഫ് ചെയ്യണത്. പിന്നെ ലാൻഡിങ് സമയത്ത് നമ്മളോട് പറയും കാലൊന്ന് നീട്ടി വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ കാല് നീട്ടി വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് കാലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ലാൻഡിങ് സമയത്ത് കാല് നീട്ടി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു തരും ആദ്യം തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സേഫ് തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ നല്ല സുഖമായിട്ട് ഇരുന്നിട്ടൊക്കെ പോവുക, നല്ല കാറ്റ്, നല്ല സുഖം കൊണ്ടിരുന്ന് പോവാൻ. താഴെ നോക്കിയാൽ ചെറിയൊരു പേടി തോന്നും, പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ തോന്നില്ല. നമ്മളിങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെ ഇരുന്നിങ്ങനെ പോവാൻ തന്നെ. അതായത് ശരിക്കും പറഞ്ഞാൽ പക്ഷികളൊക്കെ എങ്ങനെയാണ് പറക്കണമെന്ന് തോന്നിപ്പോയി. പക്ഷേ നല്ലപോലെ കാറ്റ് വരുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ട്, ശരിക്കും നമ്മൾ സ്വിങ് മാതിരി ആടിപ്പോവും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി എനിക്ക് വന്നു. ശരിക്കും പറഞ്ഞ ഊഞ്ഞാൽ പോലെ ആടി പാരാഗ്ലൈഡിങ്ങിൽ. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? പണ്ടാരാണെങ്കിൽ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി. ഈ സമയം ശരിക്കും എനിക്കൊന്ന് താഴെ കിട്ടിയാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്രയും പേടിച്ചു പോയി ആ സമയത്ത് മാത്രം. അത്രയും നേരം വലിയ കുഴപ്പമുണ്ടായിരുന്നു, പക്ഷേ ഈ കാറ്റ് വന്നപ്പോൾ നല്ലപോലെ ആടി. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഭയങ്കര പേടിയായി ആ സമയത്ത് മാത്രം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.
ഏട്ടൻ പിന്നെ ക്യാമറ കൊണ്ട് എല്ലാം കവർ ചെയ്തു. മൗണ്ടെയ്ൻസ്, താഴെ ലേക്ക്, അങ്ങനെ എല്ലാം കവർ ചെയ്തു. അതാ കാണുന്നത് ഒരു വ്യൂ പോയിൻ്റാണ്. ഉദാവൂരിലൊരു ഫേമസ് പ്ലേസാണ് ഉള്ളത്. പിന്നെ ഞാൻ പേടിച്ചിരിക്കണത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എന്നെ മാത്രമേ കവർ ചെയ്തുള്ളൂ. ഭയങ്കരമായ കുയ്യല്ലേ കുയ്യ്. പിന്നെ ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയായാലും നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ പാരാഗ്ലൈഡിങ് ചെയ്യണം. അതായത് കാറ്റ് വരുമ്പോൾ മാത്രമേ നമുക്കൊരു ചെറിയ പേടി തോന്നുള്ളൂ. അങ്ങനെ പേടിയൊന്നും തോന്നില്ല. പക്ഷെ ഞാൻ നന്നായി പേടിച്ചു. ബട്ട് സ്റ്റിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പാരാഗ്ലൈഡിങ്. എനിക്ക് തോന്നുന്നു ഇവിടെ വാഗമണ്ണിലാണ് പാരാഗ്ലൈഡിങ് ഉള്ളത്. അപ്പോൾ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഇത് ചെയ്തു നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായി വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.